ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ് നാളെ നടക്കാൻ പോകുന്നത്. ആര് ജയിക്കും എന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ രണ്ടുപേരുടെയും വലിയ ആഗ്രഹം അനുമോള് ജയിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ഇത്രയും കോർണർ ചെയ്ത് ഇത്രയും സൈബർ ബുള്ളിങ് എല്ലാം അനുഭവിച്ച് ഇത്രയും മനുഷ്യർ വന്ന് നമ്മളെ ടോർച്ചർ ചെയ്യുമ്പോൾ ആ പിടിച്ചു നിൽക്കാനുള്ള ആ കപ്പാസിറ്റി ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവളെ കൊണ്ട് കഴിയുന്നതിനപ്പുറം അവൾ കണ്ടന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവൾ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവളുടെ PR വെളിയിലുണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, അവൾ നല്ല കണ്ടന്റുകൾ അവിടെ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അവൾ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ PRന് അവളെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അല്ലേ? ഈ പറയുന്നവർക്കെല്ലാം ചിലപ്പോൾ മാറി നിൽക്കുന്നവർക്കെല്ലാം ചിലപ്പോൾ ഒരുമാതിരി അസൂയായിരിക്കും. കാരണം അവർ നല്ലതൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ല, അതുകൊണ്ട് കൂടുതലൊന്നും അവരുടെ അടുത്ത് കാണിക്കാനുണ്ടായിരിക്കത്തില്ല. പക്ഷേ അനുമോള് പോയ അന്ന് മുതൽ ഇന്ന് വരെ ഈ 100ാമത്തെ ദിവസം വരെയും അനുമോൾ അവിടെ നല്ല കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിൽ കുറച്ച് പേരുടെ ഒരു എപ്പിസോഡ്, കുറച്ച് പേര് ചെയ്യുന്ന രീതി ഓരോന്ന് മാത്രം നമുക്ക് കാണാൻ തോന്നിയിട്ടുള്ളൂ. അതിലൊരു വ്യക്തി എന്ന് പറയുന്നത് അനുമോളാണ്. മറ്റുള്ള ഒരു മനുഷ്യരെ നമ്മൾ താത്തിക്കെട്ടുകയല്ല. പക്ഷെ എങ്കിൽ പോലും ഇത്രയും ആ പെൺകുട്ടിക്കെതിരെ സൈബർ ബുള്ളിങ്ങിൽ എന്ന് വെച്ചാൽ പുറത്ത് വരുന്ന പോയിട്ട് റീഎൻട്രി ചെയ്യുന്ന ഇത്രയും ആൾക്കാരിൽ നിന്നും ഹേറ്റേഴ്സ് ഉണ്ടായിട്ട് പോലും അവൾ പിടിച്ചു നിൽക്കുന്നില്ലേ, അത് ഭയങ്കര ഒരു കാര്യമാണ്. എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ അവളെ കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഭയങ്കര ഒരു ശക്തിയാണ്. അവളെ എല്ലാവരും കളിയാക്കുന്നുണ്ട്, ഭയങ്കര കരച്ചിൽ കാർഡ് ഇറക്കുന്നു, മറ്റേതാ മറിച്ചതാ എന്ന് പറയുന്നു. ഒരു പരമാവധി കുറച്ച് സമയം വരെയൊക്കെ നമുക്ക് നമ്മുടെ രോക്ഷവും കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാം. പിന്നെ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ളത് തികട്ടി വെളിയിലേക്ക് വരും. ചിലപ്പോൾ അവളുടെ ആ വിഷമങ്ങളായിരിക്കും അവൾ പുറത്തേക്ക് കരച്ചിൽ കാർഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്തായിക്കോട്ടെ, ഇപ്പം അനുമോൾ എന്ത് നെഗറ്റീവ് ചെയ്യുന്നു പോസിറ്റീവ് ചെയ്യുന്നു ഒന്നുമല്ല ഞങ്ങളവിടെ നോക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പം കുറച്ചെങ്കിലും ആ പരിപാടി കാണണമെന്ന് തോന്നുന്നത് ചിലപ്പം അനുമോൾ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അല്ലാതെ വലിയ കണ്ടന്റുകളൊന്നും അതിനകത്ത് വന്നിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കുറച്ചെങ്കിലും കുഞ്ഞു പിള്ളേരെ ആയാലും വലിയവരെ ആയാലും ഒരേപോലെ ഇരുത്തി ചിരിപ്പിക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വലിയൊരു നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ നാളെ വരുന്ന ഫിനാലയിൽ അനുമോൾ ജയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ പൊന്നൂസിനും ഭയങ്കര ആഗ്രഹം അത് തന്നെ കേട്ടോ. എന്തായാലും ആദില പോയതിൻ്റെ വിഷമം നോറയ്ക്ക് ഇപ്പോഴും ഉണ്ട്. എന്തായാലും ആദില പോകുന്നതിന് മുന്നേ അനുമോള് പേപ്പറിൽ അവളുടെ ചേച്ചിയുടെ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആദില അക്ബറിനോട് തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അത് നല്ല മോശമായിപ്പോയി. എന്തെങ്കിലും ആയിക്കോട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ ഈ അവസാന നിമിഷത്തിലെങ്കിലും എല്ലാം മറന്ന് ഇല്ലേ, ഇതൊരു ഗെയിമാണെന്ന് എല്ലാവരും പറയുന്നു. ശരിയാണ്, ഗെയിമാണ്. ഗെയിം തീർന്നു ഒരു 4 ദിവസം ഈ ഫിനാലയിലേക്ക് കിടക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾക്കത് ഗെയിം എല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്കൊരു സൗഹൃദത്തിലാകാമായിരുന്നു. ചിലപ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡുകൾ അതായി മാറുമായിരുന്നു അല്ലേ. അവസാനം ബിഗ് ബോസ് കുറേ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണുമ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും എല്ലാം മാറുന്ന തരത്തിലേക്കുള്ള ഒരു വീഡിയോയാണ് അതിൽ വന്നിരിക്കുന്നത്. അത് കാണുമ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് മാറ്റി അല്ലേ, നമുക്ക് എന്തുവാന്ന് വെച്ചാൽ നമുക്ക് പോട്ടെ, എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിവിടെ ഗെയിം അവസാനിച്ചു, ഇനി ഇവിടെ ഒന്നും സംസാരിക്കാനില്ല എന്നൊരു മൈൻഡെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വരുത്താമായിരുന്നു. പക്ഷെ അത് ആരും ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. കുറച്ച് പേര് എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടി, ഞാൻ അത് കാണിക്കും ഇത് കാണിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം വന്ന് പുറത്ത് ഇറങ്ങാൻ സാഹചര്യം ആയപ്പോഴത്തേക്ക് അവൾ അങ്ങനെ ചെയ്തില്ലേ, അവൾ ഇങ്ങനെ ചെയ്തില്ലേ. ഈ പറയുന്ന ആൾക്കാർ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ അവിടെ കൂടത്ത് ഇരുന്ന് പറഞ്ഞവർ കൂടി ആയിരിക്കാം. ഈ പറഞ്ഞവരും ഈ കേട്ടിരുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ അവർ പ്രതികരിക്കണമായിരുന്നു. എന്നോട് ഇങ്ങനെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്നേരം നിങ്ങൾ പ്രതികരിക്കണമോ? ഇപ്പം ആ കുട്ടിയുമായിട്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് പിന്നെ ഇപ്പം പിന്നിലിരുന്ന് തള്ളുന്ന രീതി അത് ഒട്ടും ശരിയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം പലരും പറയായിരിക്കും അനീഷ് നല്ല ഇതാണ്, എല്ലാവരും നല്ലതാണ്, ആരും ചീത്തയെന്ന് പറയുന്നില്ല. പക്ഷേ
ഇത്രയും സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തൊക്കെയോ കഴിവുകളുള്ള ഒരു സ്ത്രീയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പണ്ട് മുതൽ സ്റ്റാർ മാജിക്കൊക്കെ കണ്ട് അനുമോളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പോഴും പലരും പറയുന്നത് കേട്ടും ബിഗ് ബോസിനകത്ത് വരുന്ന കഴിയുമ്പോൾ നെഗറ്റീവേ ഉണ്ടാവത്തുള്ളൂ എന്ന് പല കണ്ടസ്റ്റൻറ്റും നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും സത്യം പറഞ്ഞാൽ അതുപോലെ ആയിരിക്കും അനുമോൾക്കും ഇപ്പോൾ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ആ കുട്ടി അറിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് അവൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം സാഹചര്യങ്ങളാണ്. ഈ 3 മാസം അതിനുള്ളിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. അതിലുള്ള എത്ര കണ്ടസ്റ്റൻ്റ് ഉണ്ടോ അവരാ നമ്മുടെ ലോകം. നമ്മൾ പറയുന്നത് അവരോടാണ് പറയുന്നത്, അവരാണ് കേൾക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇത്രയും ക്യാമറകളും കാര്യങ്ങളും ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് പറയുന്നതും എന്താണ്, വിശ്വസിച്ച് അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ നിൽക്കും, എന്നെ ഒറ്റത്തില്ലെന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്തായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ ആ കേട്ടിരുന്നവരും തിരിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അനുമോള് പിന്നെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പറയുന്നവരുടെ ഒന്നും കാര്യങ്ങൾ അവൾ തിരിഞ്ഞിരുന്ന് കുത്തിയിട്ടില്ല. അതാ ഒരു നല്ല ക്വാളിറ്റി ഞാൻ അനുമോളിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ കയറി വന്ന ലക്ഷ്മി ആയാലും പിന്നെ നമ്മൾ പ്രവീണ് അങ്ങനെയുള്ളവരെല്ലാം, അതുപോലെ ഒനീൽ, അഭിലാഷ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളവരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അവർ പഴയതൊന്നും ഓർത്തും വന്നത്. അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക, നെഗറ്റീവ് അവരിൽ നിൽക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചെങ്കിലും ക്ലൂ കൊടുത്ത് പോസിറ്റീവായിട്ട് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ അവർ ശ്രമിച്ചിട്ടുള്ളൂ. അതുപോലെ ഈ വന്നവർക്കെല്ലാം ആകാമായിരുന്നു. പുറത്ത് പോയവരായാലും ചിന്തിക്കണം, ഈ കുറച്ച് പറയുന്ന നെഗറ്റീവിൽ ഒരു 90-ൽ 80% കുറച്ചെങ്കിലും എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം കൂടുതൽ സൈബർ ബുള്ളിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളെ തിരുത്താനേ ശ്രമിക്കാവുള്ളൂ. ഇവിടെ വന്ന് നിങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി നിങ്ങളെ നെഗറ്റീവ് അങ്ങേ അറ്റമാക്കിയിട്ടാണ് നിങ്ങൾ പോയിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഞങ്ങളുടെ ഈ പ്രൊഫൈലിൽ ഇതുപോലെ എന്താണ്, നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ എനിക്ക് എന്തോ ഇത് കണ്ടത് പിന്നെ എനിക്കത് ഇടണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം മോളായാലും ഒരു വീഡിയോ ചെയ്തു. അത് അനുമോള് പിന്നീടായാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനുമോളെ ഒത്തിരി ഇഷ്ടമാണ് മോൾക്ക്. അതുകൊണ്ടാണ് ആ വീഡിയോ അവൾ ചെയ്തത്. പിന്നെ ഇത് ഭയങ്കര ഇതായിട്ടിരുന്ന് വാച്ച് ചെയ്യും. ഇപ്പം കുറേ പേര് വന്നിട്ട് വീഡിയോസിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് പറയുന്നുണ്ട്, കുട്ടി ഇപ്പോഴേ ഒന്നും ഇത് കാണാൻ പറ്റിയില്ല, കാണരുത്, അങ്ങനെ ഇങ്ങനെ പഠിത്തത്തിൽ എല്ലാം ശരിയാണ്. പക്ഷെ ഈ ന്യൂജൻ പിള്ളേരെല്ലാം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുകയും എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പഴയ തലമുറയിലുള്ള ഒരിതല്ല അവരുടേതെന്ന് പറയാം. ഇപ്പം നമ്മൾ പഴയ തലമുറക്കാരെ ചിന്തിക്കുന്നതിൻ്റെ 100 മടങ്ങാണ് അവർ ചിന്തിച്ചു എടുത്തു അവർ പ്രവർത്തിക്കുന്നതും പറയുന്നതും എല്ലാം. അപ്പം നമുക്ക് ഇനിയിപ്പം മൂടി വെക്കാനും എടുക്കാനും ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ അവരിരുന്ന് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്നൊരു ഷോ നമ്മൾ കാണുന്നെന്ന് വെച്ചാൽ അതിലൊരു എൻ്റർടൈൻമെൻറ്റ് വേണം, ഇല്ലേ? എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അതിനകത്ത് ഇല്ലാതെ ചുമ്മാ ഒരു ദിവസം നമ്മൾ അവിടെ ഇരുന്ന് കാണുമോ? ഒരിക്കലും കാണത്തില്ല. അതിലെന്തെങ്കിലും ഒരു കണ്ടൻറ്റ് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ കണ്ടൻറ്റ് തരുന്ന ഒരാളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനോട് പ്രതികരിക്കുകയോ നോക്കുകയോ ചെയ്യത്തുള്ളൂ. അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ എന്തെങ്കിലും ഇരുന്ന് കാണാൻ ശ്രമിക്കുകയോ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക, നിങ്ങളീ പറയുന്ന PR എന്ന് പറയുന്ന ആൾക്കാരിൽ കൂടുതൽ പേരും അവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അവരെ PR ഇത്രയും വന്ന് ആക്രമിക്കുന്നു, പറയുന്നു, ഞങ്ങളുടെ ആൾക്കാരെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവരുടെയൊക്കെ വിഷമങ്ങൾ അവർ വന്ന് പറയുന്നതായിരിക്കാം. അവർക്ക് ഇഷ്ടം ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെതിർത്ത് എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കും. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും PR-കളായി മാറുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അനുമോള് അതിൽ തകർന്ന് ഓരോന്ന് പറയുന്നുണ്ട്. ഞാൻ വെളിയിൽ വന്നതിന് ശേഷം എനിക്ക് നെഗറ്റീവാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് എന്നും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പം അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ആ ബിഗ് ബോസിനകത്ത് നിന്ന് കഴിയുമ്പം നമ്മളെപ്പോഴും ഒരു ഇൻഡിപെൻഡൻ്റ് ആയ വ്യക്തി തന്നെയാണ്. ആരും നമ്മളെ നല്ലതായിട്ട് ചിത്രീകരിക്കാനോ ഒന്നും നോക്കത്തില്ല.
എന്തെങ്കിലും ഒരു ടാസ്ക് വരുമ്പോൾ പോലും കൂടെ നിൽക്കുന്നവർക്ക് അത് നെഗറ്റീവ് പറഞ്ഞേ പറ്റത്തുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു മൈനസ് സൈഡ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം എങ്കിലേ അവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഇതാണ് നമ്മുടെ അവസാന വാക്ക് അല്ലെങ്കിൽ അങ്ങനൊന്നും വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഇത് നിന്റെ നെഗറ്റീവാന്ന് കണ്ട് തന്നെ നീ ജീവിക്കണം. എങ്കിലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവരൊന്നുമല്ല, ഈ ലോകം ഒന്നുമല്ല. നിനക്ക് നിന്റെ ഫാമിലി ഉണ്ട്, നിന്റെ അംബിഷൻസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്. ഇതൊക്കെ നേടാൻ ഇനി സാഹചര്യങ്ങൾ കിടക്കുക. ഇതിനകത്ത് ഈ നെഗറ്റീവ് ഒരു സൈഡിൽ കൂടെ പോയിക്കോട്ടെ. എന്തിനാ ഇതിനെ ബോധേഡാവുന്നത്? ഇതിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യാൻ നടക്കുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്ത മൈൻഡ് സെറ്റൊക്കെ നമ്മുടെ ഭയങ്കര ഇതായി പോകുന്നത്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്തുവായാലും അനുമോള് നല്ല വിന്നറായിട്ട് തിരിച്ചു വരണം. ഇൻ കേസ് അനുമോൾക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ തന്നെയും എല്ലാവരും എന്ന് വെച്ചാൽ 3.5 കോടി ജനങ്ങൾക്കിടയിലും അനുമോള് ഒരു വിന്നറായി മാറിയിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിന്നറല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഈ സീസൺ എന്തായാലും നിങ്ങളുടെ പേര് വെച്ചിട്ടാണ് അറിയാൻ പോകുന്നത്. നിങ്ങൾ കപ്പടിച്ചില്ലെങ്കിൽ പോലും അനുമോളെ നിങ്ങളുടെ പേരിലാണ് അറിയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല. പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവായി കണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവിധ ആശംസകളും. കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും, പുറത്തുള്ളവർ, നിങ്ങളെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്ന് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കും. ഞങ്ങൾ എന്തായാലും അനുമോള ചേച്ചിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അനുമോള ചേച്ചിക്ക് വോട്ട് ചെയ്യണേ.